പണ്ട് 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 ജംബുദ്വീപം എന്ന പേര് കേട്ട ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് മഹേന്ദ്രൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പേര് മഹേന്ദ്രപുരം എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മഹേന്ദ്രപുരത്തെ രാജാവായ ഈ മഹേന്ദ്രൻ സകലകലാ വല്ലഭനും നല്ല ഒരു ഭരണകർത്താവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് ഐശ്വര്യം വിളയാടി. പ്രകൃതി പോലും എപ്പോഴും മനുഷ്യർക്ക് ഗുണകരമായിട്ട് ഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ പേര് നിത്യനാഥൻ എന്നായിരുന്നു. ഈ രാജാവിന് യോജിച്ച ഒരു മന്ത്രിയായിരുന്നു നിത്യനാഥനും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ രാജ്യത്തെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് ഈ രാജാവിനോടും മന്ത്രിയോടും വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. രാജ്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിൽ രാജാവിന് വളരെയധികം സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല, മക്കളുണ്ടായിരുന്നില്ല. വ്രതം, തപസ്, ദാനം, പുണ്യക്ഷേത്ര ദർശനം, പുണ്യജനസേവനം, മന്ത്രം, തന്ത്രം, ഹോമം, അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അങ്ങനെ രാജാവ് വളരെയധികം നിരാശനായിട്ട് ദുഃഖിതനായിട്ടിരിക്കുന്ന സമയത്താണ് രാജ്ഞി ഗർഭിണിയായതായിട്ട് അറിയുന്നത്. അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഭാര്യയും ഗർഭം ധരിച്ചിരുന്നു. ക്രമേണ പ്രസവകാലം അടുക്കുകയും ഈ രണ്ടുപേരും ഒരേ ദിവസം പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിനും മന്ത്രിക്കും ഓരോ ആൺമക്കളുണ്ടായി. രാജകുമാരൻ്റെ പേര് മദനകാമരാജൻ എന്നും മന്ത്രികുമാരൻ്റെ പേര് ബുദ്ധിചാതുര്യൻ എന്നുമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് കളിച്ചാണ് വളർന്നത്. അങ്ങനെ വളർന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ വളരെ അടുത്ത ഒരു സൗഹൃദം ഉടലെടുത്തു. ഒരുമിച്ചാണ് ഇവരിരുവരും പഠിക്കാൻ തുടങ്ങിയത്. ആദ്യം അവർ അക്ഷരപാഠങ്ങൾ തുടങ്ങി. പിന്നീട് അവർ 10-12 വയസ്സായപ്പോഴേക്കും ആയുധവിദ്യ പരിശീലിച്ചു തുടങ്ങി. 18 വയസ്സായപ്പോഴേക്കും രണ്ടുപേരും സകല ശാസ്ത്രങ്ങളിലും കലാവിദ്യകളിലും യുദ്ധക്രമത്തിലും ഒക്കെ മിടുക്കന്മാരായി കഴിഞ്ഞിരുന്നു. അത്ര കാലവും ഇവരിരുവരും ഒരുമിച്ചായിരുന്നു താമസം. കൊട്ടാരത്തിന് തൊട്ടടുത്ത് തന്നെ ഗുരുകുലത്തിനോട് ചേർന്ന് ഇവർക്ക് രണ്ടുപേർക്കും കൂടി താമസിക്കാൻ രാജാവ് ഒരു ചെറിയ താമസ സൗകര്യം ഏർപ്പാട് ചെയ്തിരുന്നു. ഊണും ഉറക്കവും ഒക്കെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞതോടെ രാജകുമാരൻ തൻ്റെ കൊട്ടാരത്തിലേക്കും മന്ത്രികുമാരൻ സ്വന്തം വീട്ടിലേക്കും മടങ്ങി. താമസത്തിൽ മാത്രം ഒരു വേർപാടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കുളി, ഭക്ഷണം, ഉറക്കം എന്നീ കാലങ്ങളിൽ ഒഴിച്ച് എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇവർ രണ്ടുപേരും കുറച്ച് കുസൃതികളുമായിരുന്നു, പ്രത്യേകിച്ച് രാജകുമാരൻ. അപ്പോൾ രാജകൊട്ടാരത്തിന് കുറച്ച് ദൂരം മാറി ഒരു മൈതാനമുണ്ടായിരുന്നു. ഈ മൈതാനത്ത് ഇവരെ കായികാഭ്യാസം നടത്താൻ പോകാറുണ്ടായിരുന്നു. അവിടെ അവർ കുതിരയെ ഓടിച്ച് പരിശീലിക്കുകയും അസ്ത്രവിദ്യ നടത്തുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ മൈതാനത്തിനടുത്തായിട്ട് ഒരു അരുവിയുണ്ട്. ഈ അരുവിയിൽ കുറേ സ്ത്രീകൾ വെള്ളമെടുക്കാൻ വരാറുണ്ടായിരുന്നു. ഈ സ്ത്രീകളെ നോക്കിയിരിക്കുകയും അവരെ ചെറുതായിട്ട് പറ്റിക്കുകയും ഒക്കെ ഈ രാജകുമാരൻ്റെയും മന്ത്രികുമാരൻ്റെയും വിനോദമായിരുന്നു. ഇവരുടെ കളിക്ക് ഒരു പ്രത്യേകതയുമുണ്ട്. ഈ അരുവിയിലെ ജലമായിരുന്നു അതിനടുത്തുള്ള ആൾക്കാരൊക്കെ കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അത് കാരണം ഒരുപാട് സ്ത്രീകൾ കുടത്തിൽ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വരാറുണ്ടായിരുന്നു. മൺകുടമാണ് അവർ കൊണ്ടുവരാറുണ്ടായിരുന്നത്. ഇവരെ കുടത്തിൽ വെള്ളമെടുത്ത് തലയിൽ ചുമടായിട്ടാണ് കൊണ്ടുപോവുക. ഈ സമയത്ത് ഈ രാജകുമാരൻ തൻ്റെ അമ്പ് കൊണ്ട് ഈ കുടത്തിൽ എയ്തു കൊള്ളിച്ച് ആ കുടങ്ങൾ പൊട്ടിക്കാറുണ്ടായിരുന്നു. പൊട്ടി തകർന്നു പോവുകയല്ല, രാജകുമാരൻ്റെ അമ്പ് കൊണ്ടിട്ട് ഈ കുടത്തിലൊരു തുള വീഴുകയാണ് ചെയ്യാറ്. മന്ത്രികുമാരനാണെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് മണ്ണ് കുഴച്ച് തൻ്റെ അമ്പിൽ വെച്ച് ആ കുടത്തിൽ എവിടെയാണോ ദ്വാരം വീണത് അവിടേക്ക് തന്നെ എയ്തു കൊള്ളിക്കുകയും ആ ദ്വാരം അടയ്ക്കുകയും ചെയ്യും. ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാറില്ല. അങ്ങനെ പോകാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളം എടുക്കാൻ വരുന്ന സ്ത്രീകൾക്ക് ഇവരോടൊരു വിരോധം ഉണ്ടായിരുന്നുമില്ല. ആരും അവരെപ്പറ്റി ഒരു പരാതിയും പറഞ്ഞില്ല. രാജകുമാരനെയും മന്ത്രികുമാരനെയും വിനോദമല്ലേ, അവരത് നടക്കട്ടെ എന്നേ ആൾക്കാർ വിചാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതിനിടെ രാജകുമാരനെയും മന്ത്രികുമാരനെയും വിവാഹം കഴിഞ്ഞിരുന്നു. തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരിയാണ് മദനകാമരാജൻ വിവാഹം കഴിച്ചത്. ബുദ്ധിചാതുര്യനാണെങ്കിൽ അവിടുത്തെ മന്ത്രിയുടെ മകളെയും അവിടുത്തെ മന്ത്രികുമാരിയെ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗൃഹസ്ഥന്മാരായെങ്കിൽ പോലും ഈ കുസൃതി രാജകുമാരനും മന്ത്രികുമാരനും നിർത്തിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജകുമാരൻ തൻ്റെ അമ്പും വില്ലുമൊക്കെ എടുത്ത് ഈ മൈതാനത്തിൽ ചെന്നപ്പോൾ സാധാരണ വരാറുള്ള സമയമായിട്ട് മന്ത്രികുമാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജകുമാരൻ മന്ത്രികുമാരനെ കാത്ത് ഒരു മരച്ചുവട്ടിലിരുന്നു. അദ്ദേഹത്തിന് തന്നെ അമ്പെയ്ത് കുടം പൊട്ടിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. മന്ത്രികുമാരനും കൂടി വന്നിട്ട് ആ കുടത്തിലെ സുഷിരം അടച്ചാൽ മാത്രമേ അദ്ദേഹം അമ്പെയ്ത് കുടത്തിൽ കൊള്ളിക്കാറുള്ളൂ. അതുകൊണ്ട് മന്ത്രികുമാരൻ വരാൻ വേണ്ടിയിട്ട് രാജകുമാരൻ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആ അരുവിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗുരുവിൻ്റെ മകൾ വരുന്നത് കണ്ടു. ഗുരുവിൻ്റെ മകൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് രാജകുമാരനും
മന്ത്രികുമാരന് ഈ പെൺകുട്ടിയോട് സൗഹൃദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വരുന്നത് കണ്ടപ്പോൾ രാജകുമാരൻ അവളെ നോക്കി പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. അപ്പോൾ കുടവുമായിട്ട് വെള്ളം എടുക്കാൻ പോകുന്നതിന് പകരം ആ പെൺകുട്ടി രാജകുമാരൻ്റെ അടുത്തേക്കാണ് വന്നത്. ഒരുപാട് കാലമായി ഞാൻ അങ്ങേ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. എപ്പോൾ നോക്കിയാലും അങ്ങയുടെ കൂടെ മന്ത്രികുമാരനുണ്ട്. മന്ത്രികുമാരനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടാറേ ഇല്ല. അപ്പോൾ രാജകുമാരൻ അത്ഭുതത്തോട് ചോദിച്ചു, നിനക്കെന്താ എന്നോട് ഒറ്റയ്ക്ക് പറയാനുള്ളത്? എപ്പോഴും നീ എന്നെ കാണാറുണ്ടായിരുന്നതല്ലേ? ബുദ്ധിചാതുര്യൻ അറിയരുതാത്ത ഒരു കാര്യവും സാധാരണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? വേഗം പറഞ്ഞോളൂ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അങ്ങയോട് വലിയ ഇഷ്ടമാണ്. എനിക്ക് അങ്ങേ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങ് എൻ്റെ പിതാവിൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എപ്പോഴും മന്ത്രികുമാരൻ അങ്ങയുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതിരുന്നത്. ഇന്ന് എനിക്ക് അതിൻ്റെ അവസരം കിട്ടിയോണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് എന്നെ കൂടെ വിവാഹം കഴിക്കണം. അപ്പോൾ മദന കാമരാജൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ ഭാര്യയുണ്ട്. എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല, നീ ഒരു മുനിയുടെ മകളാണ്. നിനക്ക് നിൻ്റെ പിതാവ് യോഗ്യനായൊരു വരനെ കണ്ടുപിടിച്ച് തന്നോളും. അതുവരെ നീ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് നിന്നോട് അങ്ങോട്ട് ഇതുപോലൊരു ഇഷ്ടമില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വലിയ ദേഷ്യം വന്നു. അവൾ രാജകുമാരനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. ഉടൻ തന്നെ വിവാഹം കഴിക്കണമെന്നും അല്ലെങ്കിൽ താൻ മരിച്ചു കളയുമെന്നും ഒക്കെ അവൾ രാജകുമാരനോട് പറഞ്ഞു. പക്ഷേ മദന കാമരാജൻ ഇതൊന്നും വഴങ്ങിയില്ല. മദന കാമരാജൻ അവളോട് വേഗം തൻ്റെ അടുത്തൊന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴേക്കും വേറെ ചില സ്ത്രീകൾ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഈ പെൺകുട്ടി തൻ്റെ കുടം താഴെയിട്ട് ഉടയ്ക്കുകയും എന്നിട്ട് തൻ്റെ ദേഹമൊക്കെ സ്വന്തം കൈകളാൽ മാന്തി പൊളിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് രാജകുമാരൻ തന്നെ ഉപദ്രവിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. മറ്റ് സ്ത്രീകൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ഇന്നേ വരെ രാജകുമാരൻ തങ്ങളുടെ കുട ഒന്നും പൊട്ടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ പെൺകുട്ടി കുടവും പൊട്ടിച്ച് ദേഹത്തൊക്കെ രക്തം ഒലിപ്പിച്ചുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. ഈ പെൺകുട്ടി നേരെ ഓടി തൻ്റെ വീട്ടിലേക്കാണ് പോയത്. തൻ്റെ പിതാവിനോട് അവൾ ചെന്ന് പരാതി പറഞ്ഞു. രാജകുമാരനായ മദന കാമരാജൻ തന്നെ അപമാനിച്ചിരിക്കുന്നു. തൻ്റെ ദേഹമാകെ മാന്തി പൊളിക്കുകയും തൻ്റെ കുടം മുടക്കുകയും ചെയ്തു. മറ്റുള്ള സ്ത്രീകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം തന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. തനിക്കത് വളരെ അപമാനകരമായിട്ടുണ്ട്. ഇത് കേട്ട ഗുരു ഉടൻ തന്നെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ മകളെ രാജകുമാരൻ അപമാനിച്ചിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞു. രാജാവിന് ഇതിൽ വളരെയധികം ദുഃഖം തോന്നി. വളരെ ഓമനിച്ച് വളർത്തിയ മകനാണ്, ഏക മകനാണ്. എന്നിരുന്നാലും തൻ്റെ രാജ്യത്ത് ഇങ്ങനൊരു അനീതി നടക്കുന്നത് ശരിയല്ല. എപ്പോഴും നീതിയും ന്യായവും മാത്രം പുലരുന്ന ഒരു രാജ്യമാണ് മഹേന്ദ്രപുരം. അവിടെ രാജകുമാരനാണെങ്കിലും ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് രാജാവ് ഉടൻ തന്നെ ഭടന്മാരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ഒരു കത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. കത്തിനൊപ്പം അദ്ദേഹം തൻ്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരിക്കൊടുത്തു. ഈ കൊണ്ടുവരുന്നത് തൻ്റെ തന്നെ സന്ദേശമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ആ മോതിരം കൊടുത്തത്. ഈ സമയത്ത് മദന കാമരാജകുമാരൻ അരുവിയുടെ കരയിലിരുന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി വീണ്ടും ചിന്തിക്കുകയായിരുന്നു. താൻ വെറുതെ മന്ത്രികുമാരനെ കാത്തിരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞിട്ട് പോയത്? അവന് വലിയ വിഷമം തോന്നി. ഈ സമയത്ത് ചില ഭടന്മാർ അങ്ങോട്ട് വരുന്നത് കണ്ടു. വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ആരാച്ചാറിൻ്റെ കയ്യിലൊരു വലിയ വാളും ഉണ്ടായിരുന്നു. ഇവർ നടന്ന് രാജകുമാരൻ്റെ അടുത്തെത്തി. എന്നിട്ട് മദന കാമരാജൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു. മാത്രമല്ല, ഈ കത്ത് ശരിയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മോതിരവും കൊടുത്തു. ഇത് രാജാവ് തന്നെ കൊടുത്തു വിട്ടതാണ് എന്നതിന് തെളിവായിട്ട്. ആ കത്തിൽ എഴുതിയിരുന്നത്, മദനകാമൻ എന്ന എൻ്റെ പുത്രനായ രാജകുമാരൻ ഗുരുപുത്രിയെ അപമാനിച്ചതായിട്ട് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെയും രാജ്യധർമ്മത്തിൻ്റെയും നീതിയുടെ നിലയ്ക്ക് അവനെ ഇനി ഈ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായതിനാൽ ഉടൻ തന്നെ അവനെ വധിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. ഇത് വായിച്ചു തീർന്ന മദന കാമരാജൻ കുറച്ചു നേരത്തേക്ക് സ്തബ്ധനായിട്ടിരുന്നു പോയി. തന്നെ കൊല്ലാനാണ് തൻ്റെ പിതാവ് ഉത്തരവിട്ടിരിക്കുന്നത്. രാജകുമാരന് ഈ ആരാച്ചാരൻ നേരത്തെ അറിയാം. ഈ ആരാച്ചാരായ മനുഷ്യൻ ഇവനെ എടുത്തുകൊണ്ട് നടന്നു വളർത്തിയ ഒരു സേവകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആരാച്ചാരോട് തനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറഞ്ഞു. ആരാച്ചാർക്കാണെങ്കിൽ രാജകുമാരനെ വധിക്കുന്നതിന് ഒട്ടും ഇഷ്ടമല്ല. വളരെ വാത്സല്യമുണ്ട് അദ്ദേഹത്തിന് മദന കാമരാജനോട്. അതുകൊണ്ട് അദ്ദേഹം എന്താണെങ്കിലും പറഞ്ഞുകൊള്ളാൻ അവനോട് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു, വേഗം പോയി ബുദ്ധിചാതുര്യനെ വിളിച്ചുകൊണ്ട് വരണം. ഉടൻ തന്നെ ഒരു ഭടൻ പോയി ബുദ്ധിചാതുര്യനെ വിളിച്ചുകൊണ്ട് വന്നു. കാര്യങ്ങളൊക്കെ രാജകുമാരൻ ബുദ്ധിചാതുര്യനോട് പറഞ്ഞു. തൻ്റെ സുഹൃത്ത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന് ബുദ്ധിചാതുര്യന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കാത്തു നിൽക്കണം, ഞാനിപ്പോൾ വരാം. അങ്ങനെ ബുദ്ധിചാതുര്യൻ തൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ധനം മുഴുവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഭടന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളണം, ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്.
ഞങ്ങളെ ഇതിനെ അനുവദിക്കണം. കാരണം ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാജകുമാരൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല. ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരു രാജകുമാരനെ നിങ്ങളിപ്പോൾ വധിക്കുകയാണെങ്കിൽ പിന്നീട് സത്യങ്ങൾ തെളിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറ്റബോധം തോന്നും. നിങ്ങൾക്കൊരിക്കലും ഈ തെറ്റ് പിന്നീട് തിരുത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പോകാൻ അനുവദിക്കുക, എന്നിട്ട് നിങ്ങളും ഒളിവിൽ താമസിക്കുക. എന്നാണോ ഈ സത്യം തെളിയുന്നത് അന്ന് നിങ്ങളെ ഞങ്ങൾ തിരിച്ചു വിളിച്ചുകൊള്ളാം. ഭടന്മാർ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ആ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഭടന്മാർ ഇവർക്ക് 2 കുതിരകളെ കൊണ്ടുവന്ന് കൊടുത്തു. ഈ കുതിരപ്പുറത്ത് കയറി ഇവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. കാട്ടിലൂടെ അവർ 4 ദിവസം അങ്ങനെ യാത്ര ചെയ്തു. ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മരങ്ങളിൽ നിന്ന് കായ്കനികൾ പറിച്ചു തിന്നും കാട്ടരുവിയിലെ വെള്ളം കുടിച്ചുമാണ് മുന്നോട്ട് പോയത്. അവരുടെ കുതിരകൾക്ക് സുഖമായിരുന്നു. കാരണം ഒരുപാട് പച്ചപ്പുല്ലും തളിരിലകളും തിന്നാൻ പറ്റി, ധാരാളം വെള്ളം കുടിക്കാൻ പറ്റി. കുറച്ച് കഠിനമായ പാതയാണ് എന്നേ ഉള്ളൂ. പക്ഷേ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും മദനകാമരാജനും ബുദ്ധിചതുരനും കൂടി അങ്ങനെ യാത്ര ചെയ്ത് 4ാമത്തെ ദിവസം അവസാനിച്ചപ്പോഴേക്കും ഒരു നഗരത്തിലെത്തിച്ചേർന്നു. അന്ന് രാത്രി അവർക്ക് തങ്ങാനൊരു സ്ഥലം വേണമായിരുന്നു. അവർ അവിടെയൊക്കെ ചുറ്റി നടന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് ഇന്ദ്രപുരം ആണ് എന്ന് മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ പരിചയപ്പെട്ടിട്ട് തങ്ങൾ വളരെ ദൂരെ നിന്ന് വരികയാണെന്നും രാത്രിയിൽ തങ്ങാൻ ഒരു സ്ഥലം വേണമെന്നും ഇവരറിയിച്ചു. ഈ 2 യുവാക്കളുടെയും മുഖത്തെ തേജസ് കണ്ടപ്പോൾ ഇവർ സാധാരണക്കാരല്ല, ഇവരുടെ കയ്യിൽ ധാരാളം പണമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ ഇവരെ കൊണ്ടുപോയിട്ട് ഒരു വൃദ്ധയുടെ അടുത്താക്കി. ഈ വൃദ്ധ ഒരു വലിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട്ടിൽ കുറേ മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ മദനകാമരാജനും ബുദ്ധിചതുരനും കൂടെ ഈ വൃദ്ധയുടെ വീട്ടിൽ താമസമാക്കി. അവർക്ക് താമസത്തിന് ആവശ്യമായ പണം ഇവർ കൊടുക്കുകയും ഇവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഈ വൃദ്ധ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇവർ 2 പേരും കൂടെ പുറത്തിറങ്ങി നാടൊക്കെ ചുറ്റി കാണും. അങ്ങനെ ഒരിക്കൽ ഈ നഗരത്തിലൊക്കെ ചുറ്റി നടക്കുന്നതിനിടയ്ക്ക് ഇവർ ക്ഷേത്രത്തിൽ കടന്നു. ഈ ക്ഷേത്രത്തിൽ വളരെ മനോഹരമായ കൊത്തുപണികളുണ്ടായിരുന്നു. അതും കണ്ടുകൊണ്ട് ഇവർ 2 പേരും കൂടി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ പ്രതിമ കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടു. വളരെ മനോഹരിയായ ഒരു സ്ത്രീയായിരുന്നു അത്. ആ ചിത്രത്തിലെ രൂപം കണ്ടിട്ട് തന്നെ രാജകുമാരന് അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവന് അവിടെ നിന്ന് പോകാനേ തോന്നിയില്ല. കുറച്ച് പിന്നാലെ നടന്നു വരികയായിരുന്ന മന്ത്രികുമാരൻ അടുത്ത് വന്ന് മദനകാമരാജനോട് നമുക്ക് പോകാം ഇരുട്ടി എന്ന് പറഞ്ഞപ്പോൾ മദനകാമരാജൻ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് ആ പെൺകുട്ടി ആരാണെന്നും അവൾ എവിടെയുള്ളവളാണ് എന്നും അറിയണം. അവിടെ നിന്ന് എത്ര ശ്രമിച്ചിട്ടും രാജകുമാരൻ തിരിച്ചു പോകാൻ തയ്യാറായില്ല. മന്ത്രികുമാരൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് മദനകാമരാജനെ അവിടെ നിന്ന് ഒരു വിധത്തിൽ പിന്തിരിപ്പിച്ചത്. തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും മദനകാമരാജൻ ഈ പെൺകുട്ടിയെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ബുദ്ധിചതുരന് ഒരു സ്വസ്ഥതയും കൊടുത്തില്ല. എങ്ങനെയെങ്കിലും തനിക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരണം എന്ന് മന്ത്രികുമാരനോട് ഈ രാജകുമാരൻ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അവസാനം മന്ത്രികുമാരൻ പറഞ്ഞു, ഞാനിതൊന്ന് പ്രയത്നിച്ചു നോക്കാം. നിങ്ങൾ മനസ്സമാധാനത്തോടെ ഈ വൃദ്ധയുടെ ഗൃഹത്തിൽ തന്നെ ഇരിക്കണം. ഞാൻ വരുന്നത് വരെ മറ്റെങ്ങോട്ടും പോവരുത്. അങ്ങനെ മദനകാമരാജനെ ആ വൃദ്ധയുടെ ഗൃഹത്തിലാക്കിയിട്ട് ബുദ്ധിചതുരൻ ഈ പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങി. ആദ്യം അദ്ദേഹം ചെന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരിയുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾ ചെയ്തത് ദേവകീപുരത്തുള്ള ദേവേന്ദ്രനാഥൻ എന്ന ഒരാളാണെന്നറിഞ്ഞു. അപ്പോൾ ബുദ്ധിചതുരൻ അവിടെ നിന്ന് ദേവകീപുരത്തേക്ക് പോയി. കുതിരപ്പുറത്ത് 3 ദിവസത്തോളം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ദേവകീപുരത്തിൽ ചെന്നത്. അവിടെ തിരക്കി നടന്ന് അദ്ദേഹം ദേവേന്ദ്രനാഥൻ്റെ ഗ്രഹം കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ ഒരു സഞ്ചാരിയാണ് എന്നും പറഞ്ഞ് പ്രവേശിച്ചു. ദേവേന്ദ്രനാഥനോട് താൻ വളരെ ദൂരെ നിന്ന് വരികയാണെന്നും ദേശസഞ്ചാരത്തിന് ഇറങ്ങിയാണെന്നും കാഴ്ചകൾ കണ്ടു ഇവിടെ വന്നതാണെന്നും ആണ് ഈ മന്ത്രികുമാരൻ പറഞ്ഞത്. ഇവൻ്റെ സംഭാഷണവും അവൻ്റെ അറിവും മനസ്സിലാക്കിയ ദേവേന്ദ്രനാഥന് അയാളോട് വളരെയധികം താല്പര്യം തോന്നുകയും ഈ നാട് കണ്ടു തീരുന്നത് വരെ തൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു കൊള്ളാൻ സന്തോഷത്തോടെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ദേവേന്ദ്രനാഥൻ്റെ ഗൃഹത്തിൽ കുറച്ച് ദിവസത്തേക്ക് താമസിച്ചുകൊണ്ട് അവിടെ വെല്ലം ചുറ്റി നടന്ന് കണ്ട ബുദ്ധിചതുരൻ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ദേവേന്ദ്രനാഥനോട് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു. വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ് അവർ മുറ്റത്തിരുന്ന് വീട്ടുകാര്യങ്ങളെയും നാട്ടുകാര്യങ്ങളെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരമധ്യേ ബുദ്ധിചതുരൻ താൻ ഇന്ദ്രപുരം എന്ന രാജ്യത്ത് വെച്ച് കണ്ട ക്ഷേത്രത്തിലെ കൊത്തുപണികളെപ്പറ്റി ദേവേന്ദ്രനാഥനോട് ചോദിച്ചു. ആ കൊത്തുപണികൾ വളരെ മനോഹരമാണെന്നും പ്രത്യേകിച്ചും അത് കൊത്തിവെച്ചിരിക്കുന്ന ഒരു സുന്ദരി വളരെ മനോഹരിയാണെന്നും അത് സ്വന്തം മനസ്സിൽ സങ്കല്പിച്ചിട്ടാണോ വരച്ചത് അതോ മറ്റാരെങ്കിലും കണ്ടിട്ടാണോ വരച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേവേന്ദ്രനാഥൻ പറഞ്ഞു, ആ സ്ത്രീയെ ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് വരച്ചതാണ്. ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ഭീമപുരത്തിലെ രാജാവായ മദനമോഹനൻ്റെ ഒരു സേവകൻ ഒരു കാര്യത്തിന് എന്നെ കാണാൻ വന്നിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ഒരു തലമുടി എന്നെ ഏൽപ്പിച്ചു. വളരെ മനോഹരമായ നീല നിറമുള്ള നീണ്ട ഒരു മുടി. ഇത്ര സുന്ദരമായ ഒരു തലമുടി ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല.
അതിന് നിലത്ത് കിടന്ന് ഇഴയത്തക്ക നീളമുണ്ടായിരുന്നു. ഈ മുടിക്ക് അനുരൂപമായ ഒരു സുന്ദരിയെ ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് വരച്ചതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ഒരു സുന്ദരിയെ കണ്ടിട്ടില്ല. അപ്പോൾ ബുദ്ധിചതുരൻ ഈ മുടി കൊണ്ടുവന്ന സേവകനെപ്പറ്റി ദേവേന്ദ്രനാഥനോട് അന്വേഷിച്ചു. അയാളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ദേവേന്ദ്രനാഥൻ്റെ ഗൃഹത്തിൽ താമസിച്ച ബുദ്ധിചതുരൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ട് മറ്റു ദേശങ്ങൾ കാണാനാണ് എന്നും പറഞ്ഞ് വീണ്ടും അവിടെ നിന്നിറങ്ങി. വീണ്ടും ഒരു 4-5 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഭീമപുരത്തെത്തിയത്. ഈ സേവകനെ പറ്റിയുള്ള വിവരങ്ങൾ സംസാരമധ്യേ ദേവേന്ദ്രനാഥനോട് മന്ത്രികുമാരൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലായത് ഈ സേവകൻ്റെ പേര് മുത്തിയാലു നായ്ക്കർ എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി അമ്മാൾ എന്നും ആണെന്നാണ്. അവർക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകൾക്ക് ഏകദേശം 10-12 വയസ്സുണ്ട്, മകന് 8-9 വയസ്സും. ലക്ഷ്മി അമ്മാളിനെ 12 വയസ്സുള്ളപ്പോൾ മുത്തിയാലു നായ്ക്കർ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവർ വിദേഹം എന്ന സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം അവരുടെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവിടുന്ന് ആരും അങ്ങോട്ടും പോയിട്ടില്ല. അവർക്ക് സ്വന്തം വീടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർ വളരെ സന്തുഷ്ടയോടെ കഴിയുന്നൊരു കുടുംബമാണ്. ഇത്രയൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മന്ത്രികുമാരൻ ഈ മുത്തിയാലു നായ്ക്കറെ അന്വേഷിച്ച് ഭീമപുരത്തേക്ക് പോയത്. അവിടെ ചെന്ന രാജസേവകനായ മുത്തിയാലു നായ്ക്കറുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വീട്ടിൽ കയറിയിരുന്നു. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആരാണ്, എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ താൻ വിദേഹത്ത് നിന്നാണ് വരുന്നതെന്നും തൻ്റെ സഹോദരിയായ ലക്ഷ്മി അമ്മാളെ കാണാൻ വന്നതാണ് എന്നും പറഞ്ഞു. ഇത് കേട്ട് നിന്ന് ആ വീട്ടിലെ കുട്ടികളെല്ലാം കൂടെ ഓടിച്ചെന്ന് ലക്ഷ്മി അമ്മാളോട് വിവരം പറഞ്ഞു. അവർ വേഗം ചെന്ന് കണ്ടെങ്കിലും വളരെ കാലമായിട്ട് താൻ വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നതിനാൽ ആരാണ് വന്നതെന്നോ തൻ്റെ സഹോദരൻ ഇത്രയധികം വലുതായോ എന്നൊന്നും അറിയാൻ അവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. പറയുന്നതിനെ കേട്ട് വിശ്വസിക്കാൻ മാത്രമേ തരമുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഉമ്മറത്തിരിക്കുകയായിരുന്ന അതിഥിയെ ലക്ഷ്മി അമ്മാൾ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഈ അപരിചിതൻ ലക്ഷ്മി അമ്മാളുടെ മക്കളെ 2 പേരെയും വിളിച്ച് തൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിരുത്തുകയും അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഓരോ പവൻ വീതം സമ്മാനം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ലക്ഷ്മി അമ്മാൾക്ക് തൻ്റെ സഹോദരനോട് വളരെയധികം ആദരവുണ്ടായി. വെറുതെ വഴിയിൽ കൂടെ പോകുന്ന ഒരാൾ വീട്ടിൽ കയറി വന്ന് തൻ്റെ മക്കൾക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കുകയില്ലല്ലോ, അതുകൊണ്ട് ഇത് തൻ്റെ സഹോദരൻ തന്നെയാണ് എന്ന് ലക്ഷ്മി അമ്മാൾ വിശ്വസിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോൾ മുത്തിയാലു നായകർ കൊട്ടാരത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അയാൾ വീട്ടിൽ വന്നപ്പോൾ അപരിചിതനായ ഒരാളെ വീട്ടിലിരിക്കുന്നത് കണ്ടു. അയാൾ ഉടൻ തന്നെ ഭാര്യയെ വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കുട്ടികൾ ഓടി വന്ന് അച്ഛാ മാമൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് മാമനാണ് എന്ന് മുത്തിയാലു നായക്കർ ചോദിച്ചപ്പോൾ അമ്മയുടെ നാട്ടിൽ നിന്ന് വന്ന മാമനാണ് എന്ന് കുട്ടികൾ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മാൾ എത്തുകയും തങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥിയെപ്പറ്റി ഭർത്താവിനെ ധരിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ മക്കൾക്ക് ഓരോ പവൻ വീതം ഈ അതിഥി സമ്മാനം കൊടുത്തു എന്ന് കേട്ടപ്പോൾ മുത്തിയാലു നായക്കർ ആകെപ്പാടെ അമ്പരന്ന് പോയി. ഈ വന്നത് തൻ്റെ ഭാര്യയുടെ സഹോദരൻ തന്നെ ആയിരിക്കണം എന്നയാളും വിശ്വസിച്ചു. അപ്പോഴേക്കും മന്ത്രികുമാരൻ വന്ന് മുത്തിയാലു നായക്കറുടെ കാല് തൊട്ട് വന്ദിച്ചു, ആചാരം പറഞ്ഞു. എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. മുത്തിയാലു നായക്കർ അയാളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവർ ഉറങ്ങാൻ കിടന്നു. കുറച്ച് ദിവസം അങ്ങനെ മന്ത്രികുമാരൻ മുത്തിയാലു നായക്കറുടെ വീട്ടിൽ താമസിച്ചു. അപ്പോഴേക്കും മുത്തിയാലു നായക്കർക്ക് തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്ര കുലീനമായ പെരുമാറ്റം, നല്ല സ്വഭാവം, മാത്രമല്ല കയ്യിൽ നിറയെ പണവും. അവർ പരസ്പരം വളരെയധികം നേരം ഇരുന്ന് സംസാരിക്കുക പതിവായി. അങ്ങനെ അവിടുത്തെ രാജാവിന് ആൺമക്കളില്ല എന്നും അദ്ദേഹത്തിന് 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നും അവർ ചെറുപ്പക്കാരികളാണെന്നും ഒക്കെ മന്ത്രികുമാരൻ മനസ്സിലാക്കി. പക്ഷേ രാജാവിന് അവരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ യാതൊരു താല്പര്യവുമില്ല. തൻ്റെ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നും അവരെ മറ്റൊരു സ്ഥലത്തേക്ക് വിടുകയില്ലെന്നൊക്കെയാണ് രാജാവിൻ്റെ നിശ്ചയം. വരുന്നവരൊക്കെ തൻ്റെ മക്കളുടെ സൗന്ദര്യം മാത്രം കണ്ടുവരുന്നവരാണെന്നും അവരെ ഉപദ്രവിക്കുമെന്നും രാജ്യം പിടിച്ചടക്കുമെന്നും ഒക്കെ ആവശ്യമില്ലാത്ത കുറേയധികം പേടികൾ ഈ രാജാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ തൻ്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന ആവശ്യത്തോടെ വരുന്നു അവരെല്ലാം രാജാവ് കൊല്ലുമായിരുന്നു. ഇതിനിടയ്ക്ക് മൂത്ത രാജകുമാരുടെ സൗന്ദര്യത്തെപ്പറ്റി മുത്തിയാലു നായകർ വളരെയധികം വാചാലനാകുന്നത് ഈ മന്ത്രികുമാരൻ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് അവളുടെ തലമുടിയെപ്പറ്റി. ഈ രാജകുമാരിയുടേത് നീണ്ട നിലത്തിഴയുന്ന നീല നിറമുള്ള തലമുടിയാണ് എന്ന് മുത്തിയാലു നായക്കർ പറഞ്ഞപ്പോഴേ രാജകുമാരൻ കണ്ടത് ആരുടെ പ്രതിമയാണ് എന്ന് മന്ത്രികുമാരന് മനസ്സിലായി. എന്നാലും അവളെ ഒന്ന് കാണണം എന്ന ആഗ്രഹം ഇദ്ദേഹത്തിന് കലശലായിട്ടുണ്ടായിരുന്നു. തൻ്റെ ഉദ്ദേശമൊന്നും മുത്തിയാലു നായക്കരോട് പറഞ്ഞില്ലെങ്കിലും ഇത്രയധികം സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ തനിക്കൊന്ന് കാണണമെന്നും താൻ ഇന്ന് വരെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല എന്നും മുത്തിയാലു നായക്കരോട് ബുദ്ധിചതുരൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുത്തിയാലു നായക്കർ പറഞ്ഞു, അങ്ങനെ രാജകുമാരിമാരെ ആർക്കും ചെന്ന് കാണാനൊന്നും പറ്റുകയില്ല. രാജാവ് അവരെ അന്തഃപുരത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത ഒരാളെ പോലും അവരെ അന്തഃപുരത്തിലേക്ക് കടത്തി വിടുകയില്ല. ഈ മുത്തിയാലു നായക്കർക്ക് മൃദംഗം വായിക്കാൻ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു വിദ്യ പണിയാം എന്ന് ബുദ്ധിചതുരൻ പറഞ്ഞു.
ഈ രാജകുമാരിമാരുടെ അന്തഃപുരത്തിനടുത്തുള്ള ഒരു ചെറിയ മുറിയിലാണ് ഈ അന്തഃപുരത്തിന് കാവൽ നിൽക്കുന്ന മുത്തിയാലു നായ്ക്കർ വിശ്രമിക്കാറുണ്ടായിരുന്നത്. അയാളുടെ ആയുധങ്ങൾ വെക്കാനും വസ്ത്രം മാറാനും ഒക്കെ ആയിട്ടായിരുന്നു ഈ ചെറിയ മുറി അയാൾക്ക് വിട്ടുകൊടുത്തിരുന്നത്. ഈ മുറിയിൽ ചെന്നിരുന്ന് അതിരാവിലെ മന്ത്രികുമാരൻ്റെ തലയിൽ എണ്ണ അടിച്ച് പിടിപ്പിക്കണമെന്നും അത് സകല താളങ്ങൾ ഉപയോഗിച്ചായിരിക്കണമെന്നും ആ താളധ്വനി കേട്ടാൽ ഈ രാജകുമാരിമാർ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി വന്ന് നോക്കുമെന്നും അപ്പോൾ ആ മുറിയിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിലൂടെ താൻ രാജകുമാരിമാരെ കണ്ടുകൊള്ളാമെന്നും മന്ത്രികുമാരൻ മുത്തിയാലു നായ്ക്കരോട് പറഞ്ഞു. ആദ്യമൊന്നും അയാൾ സമ്മതിച്ചില്ലെങ്കിലും വളരെയധികം ധനികനായ തൻ്റെ സ്യാലൻ ഇങ്ങനെ പറയുമ്പോൾ അത് അനുവദിക്കാതെ പറ്റില്ലല്ലോ, അത് സമ്മതിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസാനം അയാൾ സമ്മതിച്ചു. മറ്റ് ദേശങ്ങളിൽ ഇങ്ങനെ സാധാരണ ആളുകൾ മുടിയിൽ എണ്ണ തേച്ച് തല്ലിപ്പൊത്തി പിടിപ്പിക്കാറുണ്ടായിരുന്നെങ്കിലും ഭീമപുരത്ത് ഇങ്ങനെ ഒരു വിശേഷമുണ്ടായിരുന്നില്ല. എന്തായാലും പിറ്റേന്ന് മുത്തിയാലു നായക്കർ താൻ വിശ്രമിക്കുന്ന മുറിയിൽ മന്ത്രികുമാരനെ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് എണ്ണ തേച്ച് അടിച്ചു തുടങ്ങി. മദ്ദളം കൊട്ടുന്നത് പോലെ വളരെ താളത്തിലായിരുന്നു ഈ എണ്ണ തേച്ച് തല്ലിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട രാജകുമാരിമാർ ആ മുറിയുടെ അടുത്ത് വന്ന് എന്താ ശബ്ദം എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടത് തിരിഞ്ഞിരിക്കുന്ന ഒരു യുവാവിൻ്റെ തലയിൽ മുത്തിയാലു നായക്കർ എണ്ണ തേച്ച് തട്ടി പിടിപ്പിക്കുന്നതാണ്. രാജകുമാരിമാർ ഇങ്ങനെ ജനാലയിലൂടെ നോക്കുന്നത് തൻ്റെ മുന്നിലുണ്ടായിരുന്ന നിലക്കണ്ണാടിയിലൂടെ മന്ത്രികുമാരനും കണ്ടു. രാജകുമാരി ചോദിച്ചു, മുത്തിയാലു നായക്കരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നായക്കർ പറഞ്ഞു, എണ്ണ തേപ്പിക്കുകയാണ് കുമാരി. ഇദ്ദേഹം എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. നാട്ടിൽ നിന്ന് വന്ന കുറച്ച് നാളായി. ഇവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് എണ്ണ തേക്കുന്നത്. സാധാരണ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ നേരത്തെ വരേണ്ട ആവശ്യം വന്നതിനാൽ എണ്ണ തേപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. രാജകുമാരി ചോദിച്ചു, സാധാരണ ഒരാളുടെ തലയിൽ എത്ര എണ്ണ തേപ്പിക്കും? അപ്പോൾ മുത്തിയാലു നായക്കർ പറഞ്ഞു, ഏകദേശം ഒരു 200 എണ്ണ തേപ്പിക്കും. രാജകുമാരി പറഞ്ഞു, ഓ, വലിയ സമ്പ്രദായം തന്നെ. ഇങ്ങനെ അടിച്ച തലവേദനിക്കില്ലേ? നായ്ക്കർ പറഞ്ഞു, ഇല്ല കുമാരി, ഇങ്ങനെ എണ്ണ തേച്ചാൽ തലവേദനിക്കയില്ല, നല്ല സുഖമാണ്. പക്ഷേ ശീലമില്ലാത്തവർക്ക് ഇങ്ങനെ അടിച്ചാൽ തലവേദന ഉണ്ടാകും. ഇവരുടെ നാട്ടിൽ ഇത് ശീലമായതുകൊണ്ട് ഇവന് കുഴപ്പമില്ല. അപ്പോൾ രാജകുമാരിമാർ പറഞ്ഞു, ഇങ്ങനൊരു ശീലത്തെപ്പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നായ്ക്കർ പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് കുമാരി, ഞാനിങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ രാജകുമാരിമാർ ചോദിച്ചു, നിങ്ങളുടെ അളിയൻ എന്ന് വന്നു? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ വന്നത്. നായ്ക്കർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങളുടെ കാര്യം രാജകുമാരിമാരോട് ഞങ്ങൾ എങ്ങനെ ഉണർത്തിക്കും? ഇത് എൻ്റെ ഭാര്യ ലക്ഷ്മി അമ്പാളുടെ സഹോദരനാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കാണാൻ വന്നതാണ്. അപ്പോൾ രാജകുമാരിമാർ ചോദിച്ചു, ഇനി ഇയാളെന്നാ തിരിച്ചു പോകുന്നത്? മുത്തിയാലു നായക്കർ പറഞ്ഞു, ഉടനെ പോകും. അധികകാലം അയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അയാൾക്ക് അവിടെ ജോലിയൊക്കെ ഉള്ളതാണ്. ഒത്തിരി കാലമായിട്ട് സഹോദരിയെ കാണാതിരുന്നുകൊണ്ടെന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ രാജകുമാരിമാർ പറഞ്ഞു, എന്നാൽ ശരി, നിങ്ങൾ നിങ്ങളുടെ പണി നടത്തിക്കോളൂ. വല്ലാത്തൊരു താളം കേട്ട് എന്താണെന്നറിയാൻ വേണ്ടി നോക്കാൻ വന്നതാണ്. നായ്ക്കർ പറഞ്ഞു, എനിക്ക് രാവിലെ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത് കുറേ നേരം എടുക്കുന്നൊരു ജോലിയാണ്. ഓരോ തവണയും തലയിൽ എണ്ണ ഒഴിക്കണം, അത് തേച്ച് പിടിപ്പിക്കണം, തട്ടി പിടിപ്പിച്ചിട്ട് വീണ്ടും എണ്ണ ഒഴിക്കണം. എണ്ണ കുറയുന്നതിനനുസരിച്ച് തലയിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. ഇത്രയും കേട്ടപ്പോൾ രാജകുമാരി വാതിലടച്ചിട്ട് അകത്തേക്ക് പോയി. എന്തായാലും ഈ സംഭാഷണത്തിനിടയ്ക്ക് രാജകുമാരിയെ നന്നായിട്ട് കണ്ട മന്ത്രികുമാരൻ വളരെയധികം അത്ഭുതപ്പെട്ടുപോയി. അത്രയധികം സൗന്ദര്യമുള്ള സ്ത്രീകളെ അയാൾ അതിന് മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തിരിഞ്ഞു പോയ രാജകുമാരിമാരുണ്ടല്ലോ, അതിൽ ഇളയ രാജകുമാരി തിരിഞ്ഞിരുന്നിരുന്ന ഈ യുവാവിനെ കണ്ട് മോഹിച്ചു പോയി. മുന്നിലെ കണ്ണാടിയിൽ അവൾക്ക് അയാളുടെ മുഖം കാണാമായിരുന്നു. എന്തായാലും എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മന്ത്രികുമാരൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് ലക്ഷ്മി അമ്മാളുടെ ഗൃഹത്തിലെത്തി. 3-4 ദിവസം അവിടെ പാർത്തതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തിയാലു നായ്ക്കരോടും ലക്ഷ്മി അമ്മാളോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി അവിടം വിട്ടു പോവുകയും ചെയ്തു. കുറേ ദൂരം യാത്ര ചെയ്ത് അവന് സമുദ്രത്തിൻ്റെ കരയിലെത്തി. എന്നിട്ട് കുതിരപ്പുറത്ത് നിന്നിറങ്ങി അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അയാൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചു. അയാൾ വിചാരിച്ചു, ഈ രാജകുമാരിമാർ 2 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത്രയധികം സുന്ദരിമാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാളുടെ പ്രതിമ കണ്ടിട്ട് രാജകുമാരൻ മോഹിച്ചതിൽ ഒരത്ഭുതവും പറയാനില്ല. ഞാൻ കണ്ട കാടും നാടും മേടും കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തകർത്ത് ഇത്ര ദൂരം വന്നിട്ട് ഈ രാജകുമാരിമാരെ കണ്ടു, ശരി തന്നെ. പക്ഷേ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശിരസ് ഛേദിക്കുന്നതാണ് ഇവിടുത്തെ രാജാവിൻ്റെ രീതി. ആ നിലയിൽ ഞാൻ എങ്ങനെ രാജകുമാരൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും? അവരെ ചെന്ന് ചോദിച്ചാൽ ഭീമരാജാവ് എന്നെ കൊന്നുകളയും. എന്നാൽ ഈ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാജകുമാരനും ആകെ വേദനിച്ച് മരിച്ചു പോകും. രാജകുമാരനോട് കൊടുത്ത വാക്ക് നിഷ്ഫലമാകും. അവളെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അദ്ദേഹം ആ വൃദ്ധയുടെ വീട്ടിൽ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണ്. മദന കാമരാജനെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അതുകൊണ്ട് ഇനി തിരിച്ചു പോകണ്ട, ഈ കടലിൽ ചാടി അങ്ങ് മരിച്ചു കളയാം എന്ന് തീരുമാനിച്ച മന്ത്രികുമാരൻ വെള്ളത്തിലേക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങി. പക്ഷേ എത്ര ഇറങ്ങിയിട്ടും
വെള്ളം അരയ്ക്ക് മുകളിലേക്ക് പൊങ്ങിയില്ല. ദൂരെ നോക്കുമ്പോൾ വളരെ ആഴമുള്ള, തീരം തല്ലി തകർക്കുന്ന തിരമാലകളുള്ള ആ സമുദ്രത്തിൽ അയാൾ എത്ര ഇറങ്ങി നടന്നിട്ടും മുങ്ങിപ്പോയില്ല. അപ്പോൾ തൻ്റെ ജീവിത ലക്ഷ്യം വെറുതെ ഒരു മരണമല്ല എന്നും തനിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി ബുദ്ധിചാതുര്യൻ ആ സമുദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ശ്രീപരമേശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അവന് ഒരു ഉപദേശം കൊടുക്കുകയും ചെയ്തു. ശ്രീപരമേശ്വരൻ പറഞ്ഞു, നീ ഒട്ടും വിഷമിക്കേണ്ട. നീ ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു സത്രത്തിൽ പോയി താമസിക്കണം. 2 ദിവസം കഴിയുമ്പോൾ നിന്റെ ചെവിയിൽ ഒരു ശംഖനാദം കേൾക്കും. ആ സമയം നീ ഒരു രാജകുമാരൻ്റെ വേഷം ധരിച്ചിട്ട് രാജവീഥിയിൽ കൂടി നടക്കണം. നിന്നെ രാജഭടന്മാർ വന്ന് വിളിക്കും. അവർ വിളിച്ചാൽ നീ പോവരുത്. രാജാവ് തന്നെ വന്ന് ക്ഷണിച്ചാലേ നീ കൊട്ടാരത്തിലേക്ക് പോകാവൂ. അവിടെ ചെല്ലുമ്പോൾ രാജാവ് നിന്നോട് രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടാൽ നീ നിന്റെ രാജ്യത്ത് കൊണ്ടുവരെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകണം. ഇതും പറഞ്ഞുകൊണ്ട് പരമശിവൻ മറയുകയും മന്ത്രികുമാരൻ കടലിൽ നിന്ന് കരയിൽ കയറി വന്ന് വീണ്ടും കൊട്ടാരത്തിനടുത്തേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് അവിടെ ഒരു സത്രത്തിൽ മുറിയെടുത്തു. ഈ സമയത്ത് വളരെ ദിവ്യനായ ഒരു സന്യാസി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. വേഷത്തിലും കാഴ്ചയിലുമുള്ള അസാമാന്യ ജ്യോതിസ് കൊണ്ട് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നുമായിരുന്നു, ആദരിക്കാൻ തോന്നുമായിരുന്നു. എന്തായാലും രാജഭടന്മാർ ഒരു സന്യാസി വന്നിട്ടുണ്ട് എന്ന് രാജാവിനെ അറിയിക്കുകയും രാജാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ യഥോചിതം സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്യാസി ചെന്നത് ഉച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ വേണ്ടി രാജാവ് അകത്തേക്ക് വിളിച്ചു. ഇലയിട്ടപ്പോൾ നിങ്ങൾക്ക് പുത്രന്മാരാരുമില്ലേ എന്ന് സന്യാസി ചോദിച്ചു. ഇല്ല, പുത്രികളെ ഉള്ളൂ എന്ന് രാജാവ് വിനീതനായി മറുപടി പറഞ്ഞു. പുത്രികളെങ്കിലും ഉണ്ടല്ലോ, നന്നായി, അവരെ കൂടെ വിളിക്കൂ എന്ന് ഈ സന്യാസി പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ അന്തഃപുരത്തിൽ നിന്ന് തൻ്റെ പെൺമക്കളെ വരുത്തുവാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ രാജകുമാരിമാർ ഈ സന്യാസി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവരെ കണ്ട സന്യാസി രാജാവിനോട് ചോദിച്ചു, ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാണോ? ഏതു കൊട്ടാരത്തിലേക്കാണ് ഇവരെ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, ഇതേവരെ ഇവരെ വിവാഹം ചെയ്യിച്ചിട്ടില്ല. ഇത് കേട്ട സന്യാസി കോപിഷ്ഠനായിട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഈ അധർമ്മിഷ്ഠനായ നിന്റെ സന്നിധിയിലാണോ ഞാൻ വരാനിടയായത്? നിന്നെ കണ്ടാൽ തന്നെ പാപമുണ്ടാകും. യൗവനം തികഞ്ഞു നിൽക്കുന്ന ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാതെ കൊട്ടാരത്തിൽ തന്നെ നിർത്തിയിരിക്കുന്ന എന്തൊരു അധർമ്മമാണ്. നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ യാതൊരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്നതല്ല. ഇത്രയും പറഞ്ഞ സന്യാസി പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷനായിപ്പോയി. രാജാവ് ആകെ ഭയപ്പെട്ടു പോയി. ഉടൻ തന്നെ തൻ്റെ മക്കളെ വിവാഹം കഴിച്ചയപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇത്രകാലം പേടിച്ച് അവരെ വിവാഹം കഴിപ്പിക്കാതിരുന്നു. വിവാഹം ആലോചിച്ച് വന്നവരെല്ലാം കൊന്നുകളഞ്ഞു. പേടിച്ചിട്ട് അവരെ വിവാഹം കഴിക്കാൻ ആരും ആഗ്രഹിക്കാറ് പോലുമില്ല. എന്നാൽ ഈ സന്യാസി ഇങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവരെ വിവാഹം കഴിപ്പിക്കുകയും വേണം. ഇതും വിചാരിച്ചുകൊണ്ട് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം. ഈ വിളംബരത്തിന് മുന്നോടിയായിട്ട് ഒരു ശംഖനാദം മുഴക്കിയിരുന്നു. നേരത്തെ ശ്രീപരമേശ്വരൻ ശംഖനാദം കേൾക്കുമ്പോൾ ഒരു രാജകുമാരൻ്റെ വേഷത്തിൽ പുറത്തിറങ്ങി നടക്കണം എന്ന് മന്ത്രികുമാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ബുദ്ധിചാതുരൻ ഒരു രാജകുമാരൻ്റെ വേഷത്തിൽ ആ കൊട്ടാരത്തിന് മുന്നിലുള്ള വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇത് കണ്ട ഭടന്മാരെ ഓടിച്ചെന്ന് അയാളെ പിടികൂടുകയും ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് തങ്ങൾക്കൊപ്പം വരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ബുദ്ധിചതുരൻ യാതൊരു കാരണവശാലും അവർക്കൊപ്പം പോകാൻ തയ്യാറായില്ല. ഭടന്മാർ ഉടൻ തന്നെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, വളരെ സുന്ദരനായ ഒരു രാജകുമാരൻ നമ്മളുടെ കൊട്ടാരത്തിന് മുന്നിലുള്ള വീഥിയിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എത്ര ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല. ഇത് കേട്ട രാജാവും രാജ്ഞിയും ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് ചെല്ലുകയും തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് തങ്ങൾക്കൊപ്പം വരണം എന്ന് ബുദ്ധിചതുരനോട് അപേക്ഷിക്കുകയും ചെയ്തു. വളരെയധികം താഴ്മയോടെ രാജാവ് അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ബുദ്ധിചതുരന് അനുസരിക്കാതിരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഈ രാജാവിനും രാജ്ഞിക്കും ഒപ്പം കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാജാവ് ബുദ്ധിചതുരനോട് ഒരാവശ്യം പറഞ്ഞു. എനിക്ക് 2 പെൺമക്കളാണ്. ഈ 2 പെൺമക്കളെയും നിങ്ങൾ വിവാഹം കഴിക്കണം. അതോടെ ഈ രാജ്യവും ഈ രാജ്യത്തുള്ള സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ രാജകുമാരൻ്റെ വേഷത്തിലുള്ള മന്ത്രികുമാരൻ പറഞ്ഞു, ഈ വേല എന്നോട് വേണ്ട. നിങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കാൻ വന്ന എല്ലാവരെയും നിങ്ങൾ കൊന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവനിൽ കൊതിയുണ്ട്. പക്ഷേ രാജാവ് വളരെ കെഞ്ചി ബുദ്ധിചതുരനെ കൊണ്ട് വിവാഹം കഴിക്കാം എന്ന് സമ്മതിപ്പിച്ചു. അപ്പോൾ ബുദ്ധിചതുരൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. ഞങ്ങളുടെ നാട് മഹേന്ദ്രപുരമാണ്. അങ്ങോട്ട് ചെന്നിട്ട് അവിടെ വെച്ച് വേണം വിവാഹം നടക്കാൻ. തൽക്കാലം ഒരു ബ്രാഹ്മണ സ്ത്രീയെ കൊണ്ട് ഇവരുടെ 2 പേരുടെയും കഴുത്തിൽ ഓരോ താലി കെട്ടിച്ചിട്ട് അവരെ എൻ്റെ കൂടെ വിട്ടേക്കൂ. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇവരെയും കൊണ്ട് പോയി യഥാവിധി വിവാഹം കഴിച്ചിട്ട് ഇവരെയും കൊണ്ട് തിരിച്ചു വരാം. അങ്ങനെ വളരെ ആഘോഷത്തോടെ വിവാഹ കർമ്മം നടന്നു. ബുദ്ധിചതുരനല്ല വിവാഹം കഴിച്ചത്, പകരം ഒരു ബ്രാഹ്മണ സ്ത്രീയെ കൊണ്ട് ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു.
ഓരോ ദിവസവും രാത്രിയിലെ ബുദ്ധിചതുരൻ ഈ 2 രാജകുമാരിമാരെയും വിളിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ പോയിരിക്കുകയും അവരോട് ഓരോ കഥകൾ പറയുകയും ചെയ്തു. 12 ദിവസങ്ങൾ ഇങ്ങനെ ബുദ്ധിചതുരൻ കഥ പറഞ്ഞു. ഈ കഥകളാണ് മദന കാമരാജ കഥകൾ എന്ന പേരിൽ പ്രശസ്തങ്ങളായത്. ജഗതല പ്രതാപൻ്റെ കഥ, കൂർമ്മകുമാരൻ്റെ കഥ, ചക്കാലത്തിയുടെ കഥ, യമൻ്റെയും ചൂതൻ്റെയും കഥ, അങ്ങനെ 12 കഥകൾ. ഓരോ കഥകളും തീരുമ്പോഴേക്കും നേരം വെളുക്കും. എന്നിട്ട് ബുദ്ധിചതുരൻ രാജകുമാരിമാരോട് ചോദിക്കും, ഈ കഥയിൽ പറഞ്ഞ രാജകുമാരനെ പോലെ ബുദ്ധി സാമർഥ്യമുള്ള ചതുരനായ മിടുക്കനായ ഒരു രാജകുമാരനെ അല്ലയോ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്? ഇങ്ങനെ 12 ദിവസവും ചോദിച്ചപ്പോൾ രാജകുമാരിമാർക്ക് ആകെ സംശയമായി. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ചു. ഇദ്ദേഹം വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി കഥ പറയുന്നു. ഈ കഥയുടെ അവസാനത്തിൽ ഇതിന് വണ്ണമുള്ള പുരുഷനല്ലയോ നിങ്ങളെ വിവാഹം കഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇതിനെന്തോ ഒരു കാരണമുണ്ട്. ഈ കാരണം എന്താണെന്ന് ചോദിച്ചറിയണം. അങ്ങനെ 13ാമത്തെ ദിവസം രാജകുമാരിമാർ ബുദ്ധിചതുരനോട് എന്തിനാണ് തങ്ങളോട് ഇങ്ങനെ കഥ പറയുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധിചതുരൻ മദന കാമരാജനെ പറ്റിയും അദ്ദേഹത്തിനോട് താൻ ചെയ്ത ശപഥത്തെപ്പറ്റിയും താൻ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്നതിനെപ്പറ്റിയും ഒക്കെ രാജകുമാരിമാരോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഈ രാജകുമാരിമാരെയും വിളിച്ചുകൊണ്ട് ബുദ്ധിചതുരൻ രാജകുമാരൻ്റെ അടുത്തേക്ക് പോയി. ചിത്രത്തിൽ താൻ കണ്ട് മോഹിച്ച മൂത്ത രാജകുമാരിയെ മദന കാമരാജ രാജകുമാരനും ഇളയ രാജകുമാരിയെ ബുദ്ധിചതുരനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തങ്ങളെ ഉപേക്ഷിച്ച പിതാവിൻ്റെ അടുത്ത് മഹേന്ദ്രപുരത്ത് തിരിച്ചു ചെന്നിട്ട് മാത്രം ഈ രാജകുമാരിമാരെ വിധിപ്രകാരം വിവാഹം കഴിച്ചാൽ മതി എന്ന് ഇവർ രണ്ടുപേരും തീർച്ചപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവർ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അവർ വഴിയരികിലുള്ള ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. രാജകുമാരൻ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. എന്നാൽ മന്ത്രികുമാരൻ ഉറങ്ങിയില്ല. രാജകുമാരിമാർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വൃക്ഷശിഖരത്തിൽ ഇരുന്നിരുന്ന 2 പക്ഷികൾ ഇങ്ങനെ പറഞ്ഞു. ഒരു പക്ഷി പറഞ്ഞു, ഈ വൃക്ഷത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുന്ന മദന കാമരാജ രാജകുമാരൻ ഇപ്പോൾ മരിക്കും. മറ്റേ പക്ഷി ചോദിച്ചു, അതിനെന്താ കാരണം? അപ്പോൾ ആദ്യത്തെ പക്ഷി പറഞ്ഞു, ഈ രാജകുമാരൻ കിടക്കുന്നതിന് നേരെ മുകളിലുള്ള കമ്പ ഇപ്പോൾ ഒടിഞ്ഞു വീഴും. അപ്പോൾ മറ്റേ പക്ഷി ചോദിച്ചു, അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടാലോ? അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആറ്റിൽ വെള്ളം പൊങ്ങി അതിൽപ്പെട്ട് മരിക്കും. അപ്പോൾ രണ്ടാമത്തെ പക്ഷി ചോദിച്ചു, അതിൽ നിന്നും രക്ഷപ്പെട്ടാലോ? അപ്പോൾ ഒന്നാമത്തെ പക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ കയ്യാൽ മരിക്കും. അപ്പോൾ രണ്ടാമത്തെ പക്ഷി ചോദിച്ചു, അതിൽ നിന്നും രക്ഷപ്പെട്ടാലോ? അപ്പോൾ ഒന്നാമത്തെ പക്ഷി പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിൽ രാജാവായിരുന്നു വളരെ കാലം രാജ്യം ഭരിക്കും. പക്ഷെ നമ്മുടെ സംഭാഷണം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവനിത് പുറത്ത് പറയുകയാണെങ്കിൽ അവനും മരിക്കും. മന്ത്രികുമാരനും രാജകുമാരിമാരും ഇത് കേട്ടിരുന്നു. അവർ വളരെയധികം പരിഭ്രമിച്ചു. ഇതിനിടയിൽ മന്ത്രികുമാരൻ രാജകുമാരനെ കിടക്കുന്ന സ്ഥലത്തു നിന്ന് വലിച്ചു മാറ്റി. രാജകുമാരിമാരെയും സൈന്യത്തെയും ആ സ്ഥലത്ത് നിന്ന് മാറ്റി. ഇത് കണ്ടപ്പോൾ രാജകുമാരിമാർക്ക് വളരെ സന്തോഷമായി. തങ്ങളുടെ ഈ അപകടത്തിൽ നിന്ന് ഈ മന്ത്രികുമാരൻ ബുദ്ധിചതുരൻ തങ്ങളെ രക്ഷിക്കും എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും മരക്കും പൊടിഞ്ഞു വീണെങ്കിലും ആർക്കും അപകടമൊന്നും പറ്റിയില്ല. അതിനുശേഷം വെള്ളം പൊങ്ങിയെങ്കിലും നേരത്തെ മന്ത്രികുമാരൻ മുൻകരുതൽ എടുത്തിരുന്നതിനാൽ അവിടെ നിന്നും രാജകുമാരൻ രക്ഷപ്പെട്ടു. അങ്ങനെ യാത്ര ചെയ്ത് അവർ സ്വന്തം രാജ്യത്തിലെത്തി. പട്ടണത്തിന് പുറത്ത് മന്ത്രിയുടെ വകയായ ഒരു വലിയ കൊട്ടാരത്തിൽ രാജകുമാരിമാരെയും സൈന്യത്തെയൊക്കെ താമസിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. രാജകുമാരൻ തൻ്റെ ഭാര്യയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത്. മന്ത്രികുമാരൻ അവൻ്റെ പിന്നാലെ ചെന്നു. തിരിച്ചു പൊക്കൊള്ളാൻ എത്രയൊക്കെ മദന കാമരാജൻ പറഞ്ഞെങ്കിലും മന്ത്രികുമാരൻ തിരിച്ചു പോയില്ല. വളരെ കാലമായിട്ട് കാണാതിരുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ രാജകുമാരിക്ക് വലിയ സന്തോഷമായി. വിവാഹം കഴിച്ച് വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം നാട് വിട്ടു പോയതായിരുന്നല്ലോ. രാജാവ് അറിയാതെയാണ് മദന കാമരാജൻ അന്ന് ആ കൊട്ടാരത്തിൽ വസിച്ചത്. രാത്രിയായി ഊണ് കഴിഞ്ഞ് രാജകുമാരൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ പത്നിയായ രാജകുമാരി അറിയാതെ രാജകുമാരൻ കിടന്നിരുന്ന മഞ്ചത്തിൻ്റെ അടിയിൽ മന്ത്രികുമാരൻ പതുങ്ങിക്കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ വെള്ളിത്താളത്തിൽ കുറേ പലഹാരങ്ങളുമായിട്ട് ഈ രാജകുമാരൻ്റെ ഭാര്യയായ രാജകുമാരി ആ മുറിയിലേക്ക് വന്നു. ആ സമയം രാജകുമാരൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ മുറിയിൽ കിടന്ന് രാജകുമാരൻ ഉറങ്ങിയോ എന്ന് പരിശോധിച്ചിട്ട് കയ്യിൽ കുറേ പലഹാരങ്ങളുമായിട്ട് പുറത്തിറങ്ങി. ഇത് കണ്ട് അവൾ കാണാതെ മന്ത്രികുമാരൻ അവളുടെ പിന്നാലെ പോയി. അവൾ ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകുന്നത് കണ്ട മന്ത്രികുമാരൻ ആ തുരങ്കത്തിനുള്ളിലൂടെ അവളെ അനുഗമിച്ചു. അവൾ നഗരത്തിന് പുറത്തുള്ള ഒരു വഴിയമ്പലത്തിലാണ് ചെന്നത്. അവിടെ മുടന്തനായ ഒരാൾ ഇരുന്നിരുന്നു. അവൾ പലഹാരങ്ങളെ അവന് കൊടുത്തിട്ട് രാജകുമാരൻ തിരിച്ചു വന്ന വിവരം അവനോട് പറഞ്ഞു. അപ്പോൾ ആ മുടന്തൻ അവളോട് നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞാൻ അവനെ ഇന്ന് തന്നെ കൊന്നു കളയുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ മുടന്തൻ ഇതൊരിക്കലും ധർമ്മമല്ല, ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുന്നത് നീചമാണ്,
മാത്രമല്ല നീ ഒരു രാജകുമാരി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, മഹാപാപം ആർജിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ രാജകുമാരിയെ ഗുണദോഷിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ രാജകുമാരി പറഞ്ഞത്, സ്വന്തം ഗുരുവിൻ്റെ മകളെ അപമാനിച്ച, രാജാവിനാൽ വധിക്കാൻ ഉത്തരവിറക്കപ്പെട്ട, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കുറേ കാലത്തോളം മറ്റെവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു വന്ന സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. ഇവരുടെ സംവാദം കേട്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന മന്ത്രികുമാരൻ അവയെല്ലാം തന്നെ ഭിത്തിയിൽ എഴുതി വെച്ചു. അനന്തരം രാജകുമാരി മടങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ വേഗം ചെന്ന് രാജകുമാരൻ ശയിച്ചിരുന്ന കട്ടിലിൻ്റെ അടിയിലെത്തി വീണ്ടും ഒളിച്ചിരുന്നു. രാജകുമാരി വീണ്ടും മുറിയിൽ കടന്നു. ഒരു കത്തിയെടുത്ത് പൊടി തുടച്ചു. രാജകുമാരൻ്റെ കഴുത്തിന് നേരെ ഓങ്ങി. പെട്ടെന്ന് മന്ത്രികുമാരൻ ചാടി എഴുന്നേറ്റ് അവളുടെ കൈക്ക് പിടിച്ചെങ്കിലും അദ്ദേഹത്തിന് തടയാൻ കഴിയുന്നതിന് മുമ്പേ രാജകുമാരൻ്റെ കണ്ഠം മുറിയുകയും ഒന്ന് പിടിച്ചിട്ട് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. താൻ ചെയ്ത പ്രവൃത്തി മന്ത്രികുമാരൻ അറിയാനിടയായതിനാൽ അതുടൻ തന്നെ പുറത്തെല്ലാവരും അറിയും എന്ന് മനസ്സിലാക്കിയ രാജകുമാരി തൻ്റെ ഭർത്താവിനെ മന്ത്രികുമാരൻ കൊന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. ആൾക്കാർ ഓടി വന്നപ്പോൾ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന രാജകുമാരനെയും അതിനടുത്ത് വേദനയോടെ ഇരിക്കുന്ന മന്ത്രികുമാരനെയും കണ്ടു. രാജകുമാരനെ കൊന്നത് മന്ത്രികുമാരനാണെന്ന് രാജകുമാരി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. രാജഭടന്മാർ ഉടൻ തന്നെ അവനെ പിടിച്ച് രാജസന്നിധിയിൽ ഹാജരാക്കി വിവരം അറിയിച്ചു. മുമ്പേ തന്നെ കൊല്ലേണ്ടിയിരുന്നവൻ എങ്ങനെയോ തപ്പിപ്പിടിച്ച് ഇത്ര കാലം ജീവിച്ചു. ഇപ്പോൾ അവൻ വീണ്ടും കൊല്ലപ്പെട്ടു. എന്തായാലും അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറ്റമില്ല. മന്ത്രികുമാരനെ വിട്ടയച്ചു കൊള്ളുക, അവൻ ശിക്ഷാർഹനല്ല എന്നായിരുന്നു രാജാവിൻ്റെ കൽപ്പന. അങ്ങനെ മന്ത്രികുമാരനെ വിട്ടയക്കുകയും രാജകുമാരനെ ഒരു പട്ടടയുണ്ടാക്കി അതിൽ വെക്കുകയും ചെയ്തു. രാജഭടന്മാർ അവിടുന്ന് മാറിയ തക്കത്തിന് മന്ത്രികുമാരൻ ഈ പട്ടടയിൽ ഇരുന്നിരുന്ന രാജകുമാരൻ്റെ മൃതദേഹത്തെ എടുത്തൊരു പെട്ടിയിൽ അടക്കം ചെയ്യുകയും ആ പെട്ടിയും കൊണ്ട് സ്വന്തം ഭാര്യയുടെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവനെ കണ്ട് അവൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് ഗൃഹത്തിനുള്ളിൽ കൊണ്ടുവന്ന് കാല് കഴുകി പൂജിച്ചിരുത്തി. കുശലപ്രശ്നം കഴിഞ്ഞതിന് ശേഷം അവൻ ക്ഷീണം തീർക്കുന്നതിനായിട്ട് കട്ടിലിൽ ശയിച്ചു. അവന് കിടക്കാനുള്ള കിടക്കയൊക്കെ വളരെ ഭക്തിയോടെ സ്നേഹത്തോടെ വിരിച്ചു കൊടുത്ത അവൻ്റെ ഭാര്യ അതിനുശേഷം അകത്തേക്ക് പോയി. നേരത്തെ രാജകുമാരൻ്റെ ഭാര്യ എന്താണ് ചെയ്തത് എന്ന് കണ്ടതിനാൽ മന്ത്രികുമാരന് സ്വന്തം ഭാര്യയുടെ ഉദ്ദേശത്തിൽ സംശയം തോന്നി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം താൻ അവളെ കാണാൻ വന്നതാണ്. തന്നെ ഉറക്കിക്കിടത്തിയിട്ട് അവൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അദ്ദേഹം ആരും അറിയാതെ അവളുടെ പിന്നാലെ ചെന്നു. അവൾ നടന്ന് പൂന്തോട്ടത്തിൽ ചെന്നിട്ട് കുറേ പൂക്കൾ എടുത്തു. എന്നിട്ട് അവ ഒരു വെള്ളിത്താഴത്തിൽ വെച്ച് അതിനെയും ഒരു വാളിനെയും ഒരു കമണ്ടലിനെയും എടുത്തുകൊണ്ട് ഗൃഹത്തിന് പുറത്തു പോയി. മന്ത്രികുമാരൻ അവളുടെ പിന്നാലെ പോയി. അവളൊരു ദുർഗാക്ഷേത്രത്തിൽ ചെന്നു. ക്ഷേത്രത്തിലെത്തിയ ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന കുളത്തിൽ മുങ്ങി ആ പൂക്കളെ താലത്തോടുകൂടി വെള്ളത്തിൽ മുക്കിയെടുത്ത് അമ്പലത്തിനുള്ളിൽ കടന്ന് താൻ കൊണ്ടുവന്ന കമണ്ടലിയുടെ ജലത്തെ അവിടുത്തെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിട്ട് പൂക്കൾ അർച്ചിച്ചു. അതിനുശേഷം കുറച്ചു നേരം കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഭർത്താവ് മടങ്ങി വരാൻ വേണ്ടി എത്രയോ കാലമായിട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ യാചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹം എന്നാണോ മടങ്ങി വരുന്നത് അന്ന് എൻ്റെ ഇടത് കൈ മുറിച്ച് ആ രക്തത്തെ അങ്ങയുടെ ബലിപീഠത്തിൽ ഒഴിക്കാം എന്ന് ഞാൻ ശപഥം ചെയ്തിരുന്നല്ലോ. ഇന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന നിറവേറ്റാൻ വന്നിരിക്കുകയാണ്. ഇതാ എൻ്റെ കൈ അങ്ങ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാളെടുത്ത് ഇടത് കൈ മുറിക്കാൻ തുടങ്ങി. കൈ മുറിഞ്ഞ് നിലത്ത് പതിക്കുന്നതിന് മുമ്പായിട്ട് ദുർഗാദേവി പ്രത്യക്ഷപ്പെടുകയും അവളെ ആ പ്രയത്നത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഞാൻ നിൻ്റെ പ്രതിജ്ഞയെ ഏറ്റിരിക്കുന്നു. നിനക്ക് സർവ്വമംഗളങ്ങളും ഭവിക്കും. എനിക്ക് വേണ്ടി മുറിച്ച് കളയാൻ നീ തയ്യാറായ നിൻ്റെ ഇടത്ത് കൈകൊണ്ട് നീ ഏത് മൃതശരീരത്തെ തൊട്ടാലും ഉടൻ ജീവിക്കുന്നതാണ് എന്നരുളി ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന മന്ത്രികുമാരൻ തൻ്റെ പത്നിയുടെ ഭക്തിയെയും അവൾക്ക് തന്നോടുള്ള സ്നേഹത്തെയും ഓർത്ത് അത്ഭുതപ്പെട്ടു. എന്തായാലും അവളുടെ ഈ വരപ്രസാദം നല്ലൊരു സമയത്താണല്ലോ ലഭിച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവന് വളരെയധികം സന്തോഷവുമുണ്ടായി. അവൾ അറിയാതെ അവൻ മുൻകൂട്ടി ചെന്ന് പഴയതുപോലെ കട്ടിലിൽ കിടന്നു. അവൾ തിരിച്ചു വന്ന് അവനെ വിളിച്ചുണർത്തി. അങ്ങ് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം, എന്നാലും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അവൻ മന്ദഹാസത്തോടെ എഴുന്നേറ്റ് തൻ്റെ ഭാര്യയെ പിടിച്ച് അടുത്തിരുത്തി. എനിക്ക് എന്തെങ്കിലും ഒരു വിശേഷമായ വസ്തു കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പ്രിയതമേ, വളരെ കാലം ദേശാടനം ചെയ്ത് ഞാൻ ഭവതിക്കായി ഒരു വിശിഷ്ട വസ്തുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ വലിയ പെട്ടിക്കകത്തിരിപ്പുണ്ട്. വലത് കൈകൊണ്ട് പെട്ടി തുറന്നിട്ട് ഇടത് കൈകൊണ്ട് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അത് തന്നെ ചെയ്തു. അവൾ വലത് കൈകൊണ്ട് പെട്ടി തുറന്ന് ഇടതു കൈകൊണ്ട് പെട്ടിയിൽ കൈകിട്ടപ്പോൾ രാജകുമാരൻ ജീവിച്ചു. തൻ്റെ കൈ ഒരു മനുഷ്യ ശരീരത്തിൽ തട്ടിയതുപോലെ അവൾക്ക് തോന്നി. എന്തായത്, ഏതോ ഒരു മനുഷ്യ ശരീരം ഉള്ളതുപോലെ തോന്നുന്നല്ലോ എന്നവൾ ചോദിച്ചപ്പോഴേക്കും രാജകുമാരൻ ആ പെട്ടിക്കുള്ളിൽ നിന്നും താഴെ ഇറങ്ങി വന്നു. മന്ത്രികുമാരനെ കണ്ടപ്പോൾ, സ്നേഹിത, എൻ്റെ ഭാര്യാഗ്രഹത്തിലുള്ള കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഈ പെട്ടിക്കകത്ത് വന്നതെങ്ങനെ എന്ന് ചോദിച്ചു.
അപ്പോൾ മന്ത്രികുമാരൻ മദനകാമരാജനോട് എല്ലാ കാര്യങ്ങളും സവിസ്തരം നിങ്ങളെയും മറ്റുള്ള ജനങ്ങളെയും അറിയിക്കാനുള്ള സമയം അടുത്തു വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒരുക്കു കൂട്ടുന്നത് വരെ ഇവിടെ തന്നെ പാർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജകുമാരൻ മരിച്ചതിൻ്റെ അടിയന്തരങ്ങൾ കൊണ്ടാടാനുള്ള ഒരുക്കങ്ങൾ നടക്കുമായിരുന്നു. അന്ന് എല്ലാ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പൗരപ്രധാനന്മാരെയും സമുദായ നേതാക്കന്മാരെയും ഒക്കെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരെല്ലാവരും വരികയും ഭക്ഷണം കഴിക്കാനിരിക്കുകയും ചെയ്തു. ആ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജകുമാരനും മന്ത്രികുമാരനും ആ സഭയിൽ വന്നു. കഴുത്തു മുറിഞ്ഞ് കൊല്ലപ്പെട്ട് പട്ടടയിൽ ദഹിപ്പിക്കപ്പെട്ട രാജകുമാരൻ പെട്ടെന്ന് ജീവനോടെ വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഈ സമയത്ത് രാജാവ് എഴുന്നേറ്റ് മന്ത്രികുമാരനോട് ചോദിച്ചു, മന്ത്രികുമാരൻ, ഈ രാജകുമാരനല്ലേ അവൻ്റെ ഭാര്യാഗ്രഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത്? മന്ത്രികുമാരൻ പറഞ്ഞു, അതെ. രാജാവ് ചോദിച്ചു, അവൻ്റെ ശരീരത്തെ അല്ലേ ദഹിപ്പിച്ചത്? മന്ത്രികുമാരൻ ഒന്നും മിണ്ടിയില്ല. രാജാവ് ചോദിച്ചു, അവനിപ്പോൾ ജീവനോടെ വന്നതിന് കാരണം എന്താണ്? അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു, എനിക്കത് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. രാജാവ് പറഞ്ഞു, അത് പറയാതിരിക്കാനും പറ്റില്ല. ഇത് വളരെ അത്ഭുതകരമായിരിക്കും. ഈ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു, എനിക്കത് പറയണം എന്നുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ ഞാൻ തല പൊട്ടി മരിച്ചു പോകും. രാജാവ് പറഞ്ഞു, അങ്ങനെ സംഭവിക്കുന്നതായാൽ സംഭവിച്ചു കൊള്ളട്ടെ, പക്ഷേ ഇവിടെ എന്താണ് നടന്നതെന്ന് അറിയാൻ ഈ ജനങ്ങൾക്കും എനിക്കും അവകാശമുണ്ട്. അപ്പോൾ മന്ത്രികുമാരൻ എല്ലാവരോടും കൂടി ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ഇത് കേൾക്കാൻ കൂടിയവരുടെ കൂട്ടത്തിൽ രാജകുമാരിയും മന്ത്രികുമാരിയും ഒക്കെ ഉണ്ടായിരുന്നു. തങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നത്, മൈതാനത്തിനടുത്ത് വെച്ചുണ്ടായിരുന്ന തങ്ങളുടെ വിനോദങ്ങൾ, ഗുരുവിൻ്റെ മകളുടെ ചതി, തങ്ങളുടെ യാത്രയിൽ തങ്ങൾ നേരിട്ട വെല്ലുവിളികൾ, അങ്ങനെ അവൻ ഓരോരോ കാര്യങ്ങളായിട്ട് അവിടെ എല്ലാവരോടും പറഞ്ഞു. ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞതും മന്ത്രികുമാരൻ മരിച്ചു വീണു. എല്ലാവരും വളരെയധികം വിഷമിച്ചു പോയി. എന്നാൽ അവൻ്റെ പത്നി എഴുന്നേറ്റ് വേഗത്തിൽ ചെന്ന് കുളിച്ച ഈറിനോടുകൂടി അവൻ്റെ അടുത്ത് ചെന്ന് ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് ഇടത് കൈയാൽ അവനെ തലോടി. അപ്പോൾ അവൻ ജീവിച്ചു വന്നു. അനന്തരം രാജാവ് എഴുന്നേറ്റ് വന്ന് തൻ്റെ ശിരസിൽ ധരിച്ചിരുന്ന കിരീടമെടുത്ത് ആ സദസ്സിൽ വെച്ച് തന്നെ മദനകാമരാജൻ്റെ ശിരസിൽ ചൂടി. ഇന്നു മുതൽ നീ രാജാവും ബുദ്ധിചാതുര്യൻ മന്ത്രിയുമാകുന്നുവെന്ന് വളരെ സന്തോഷത്തോടെ പ്രഖ്യാപിച്ചു. രാജകുമാരൻ്റെ ആദ്യ പത്നിയെ പിടിച്ച് ചുണ്ണാമ്പ് ചൂളയിലിട്ട് ദഹിപ്പിച്ചു. അവളുടെ സുഹൃത്തായിരുന്ന മുടന്തനെ കാരാഗൃഹത്തിൽ വിട്ടു. നഗരത്തിന് പുറത്ത് താമസിപ്പിച്ചിരുന്ന രാജകുമാരിമാരെ വരുത്തി മൂത്തവളെ മദനകാമരാജനും ഇളയവളെ ബുദ്ധിചതുരനും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അന്നു മുതൽ അവർ വളരെ സന്തോഷത്തോടെ രാജ്യഭാരം ചെയ്ത് ജീവിച്ചു. അവരുടെ മാതാപിതാക്കൾ വാനപ്രസ്ഥത്തിന് പോവുകയും ചെയ്തു. അങ്ങനെ മദനകാമരാജ കഥകൾ അവസാനിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.